പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അലൻഡ. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാനിപ്പോൾ നേഴ്സായിട്ട് അയർലൻഡിൽ ജോലി ചെയ്യുകയാണ്. 2022 ജൂണിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 6ാമത്തെ തവണയാണ് ഉടമ്പടി പുതുക്കിയത്. അന്ന് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, അന്ന് ഞാൻ നാട്ടിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അഞ്ജു എന്ന് പറയുന്ന ഒരു ചേച്ചിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞപ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ കൂടുതലായി മനസ്സിലാക്കിയത്. അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ചേച്ചി അതെല്ലാം ക്ലിയർ ചെയ്തു തന്നു. ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അതിനു മുമ്പ് ഞാൻ OET എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മൊഡ്യൂൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് കാശ് രൂപം കയ്യിൽ പിടിച്ച് ഞാൻ OET എക്സാം എഴുതി. റിസൾട്ട് വരുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ സ്വപ്നത്തിലൂടെ എൻ്റെ OETയുടെ മാർക്ക് ഷീറ്റ് ഞാൻ സ്വപ്നം കണ്ടു. അതിൽ എത്രയായിരുന്നു സ്കോർ, അത് ഞാൻ അപ്പോൾ തന്നെ ഉണർന്ന് ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചു. ആ സെയിം സ്കോറായിരുന്നു എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ പല തടസ്സങ്ങളും വന്നു. പേപ്പർ വർക്കിൻ്റെ ടൈമിൽ പേപ്പറുകൾ ഞാൻ വർക്ക് ചെയ്തെടുത്തുനിന്ന് കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. നാട്ടിൽ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഞാൻ പല തവണ അവിടെ കയറി ഇറങ്ങി. അവിടെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അവസാനം ആ പേപ്പറുകളെല്ലാം കിട്ടി. ജനുവരിയോടുകൂടി എൻ്റെ പേപ്പർ വർക്കുകൾ കംപ്ലീറ്റായി. പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അവിടെയും ഒരു ഹോസ്പിറ്റലിൽ തന്നെ കിട്ടണം. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ഞാൻ മാതാവിനോട്, സ്വന്തം അമ്മയോട് പറയുന്ന പോലെ എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എന്നും സംസാരിച്ചു കൊണ്ടിരുന്നു. എല്ലാ മാസവും ഞാനിവിടെ വരും, പത്രം മേടിച്ചു കൊണ്ട് പോകും. ബസ് സ്റ്റാൻഡുകളിലെല്ലാം ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. വാട്സപ്പിലെ എല്ലാ സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഏപ്രിൽ ഞാനിവിടെ വന്നു, പത്രം മേടിച്ചു കൊണ്ടുപോയി. മെയ് ആദ്യം ഞാനിവിടെ വന്നു. വണക്കമാസത്തിന് ഞാൻ ഇത് എഴുതി കൊടുത്തു. മെയ് 9-ാം തീയതി ചൊവ്വാഴ്ച വണക്കത്തിന് നേർന്നു. ആ മെയ് 9-ാം തീയതി ചൊവ്വാഴ്ച തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി. ഇവിടെ വണക്കമാസം നടക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ വീട്ടിൽ തിരികൾ കത്തിച്ച് പിടിച്ച് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് കാശ് രൂപം പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനു മുമ്പൊക്കെ നെറ്റ് കണക്ഷൻ ചെക്ക് ചെയ്തപ്പോൾ ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂ തുടങ്ങി നെറ്റ് കിട്ടുന്നില്ല. അവർ പറയുന്നത് എനിക്കോ, ഞാൻ പറയുന്നത് അവർക്കോ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, മെറിറ്റ് കൊണ്ട് എന്താണെങ്കിലും ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവത്തില്ല. പക്ഷേ അപ്പോഴെനിക്കുള്ളിലൊരു വിശ്വാസമുണ്ടായിരുന്നു, ബൈ ഗ്രേസ് എനിക്കത് കിട്ടുമെന്ന്. അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഇൻ്റർവ്യൂ ക്ലിയറായി എന്ന് പറഞ്ഞ് അവരുടെ മെസ്സേജ് വന്നു. അതിനുശേഷം വർക്ക് പെർമിറ്റിനായുള്ള പ്രൊസീജിയറുകൾ ഒരുപാടുണ്ടായിരുന്നു. ആ പ്രൊസീജിയറുകളുടെ ടൈമിലും ഞങ്ങൾ 4 പേര് ഒരുമിച്ച് സെയിം ഡോക്യുമെൻറ്റ്സ് അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അവർക്കൊന്നും പക്ഷേ ഒരു ക്വയറി വന്നില്ല, എനിക്ക് ക്വയറി വന്നു. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല, പരിശുദ്ധ അമ്മയോട് മാത്രം പറഞ്ഞു. ഞാൻ റീസബ്മിറ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവരുടെ ഒപ്പം തന്നെ എൻ്റെ പേപ്പർ ക്ലിയറായി. എനിക്ക് അങ്ങോട്ട് അയർലൻഡിന് പോകാൻ സാധിച്ചു. അയർലൻഡിൽ ചെന്നതിന് ശേഷം അവിടെ ആപ്റ്റിറ്റ്യൂഡ് എന്നൊരു എക്സാമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛൻ കവിളി തട്ടിക്കൊണ്ട് പറഞ്ഞു, നീ ധൈര്യമായി പോക്കോ, മാതാവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ വിശ്വാസത്തിൽ ഞാൻ പോയി എക്സാം എഴുതി. അതും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് കാശ് രൂപം കൈ പിടിച്ച് ഉപ്പ് എക്സാം സ്ഥലത്തൊക്കെ ഇട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത്. ആപ്റ്റിറ്റ്യൂഡ് എക്സാം എന്ന് പറഞ്ഞാൽ അതൊരു 14 സ്റ്റേഷൻസാണ്. 14 പ്രൊസീജിയറുകൾ നമ്മൾ ചെയ്ത് കാണിക്കണം. അതിൽ ഒരു സ്റ്റേഷൻ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതൊരു ഹാഫ് ടൈം ആയപ്പോഴേക്കും എൻ്റെ ടൈം തീർന്നു പോയി. അപ്പോൾ ഞാനിത് എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു, സാരമില്ല, ഒരു അറ്റംപ്റ്റും കൂടെ ഉണ്ടല്ലോ, അതിൽ നമുക്ക് കിട്ടാം. ആരും ഞാൻ എക്സാം ക്ലിയർ ആകുമെന്ന് പറഞ്ഞില്ല. കാരണം അവിടുത്തെ നിയമം അങ്ങനെ ക്ലിയർ ആവാൻ ചാൻസ് കുറവാണ്. പക്ഷേ അതിന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തൊട്ട് എവിടെയൊക്കെ പല സ്ഥലങ്ങളിലും എനിക്ക് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നൊരു വചനം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വചനം എൻ്റെ മനസ്സിൽ അതെനിക്കൊരു വിശ്വാസമായിരുന്നു. എനിക്ക് എന്താണെങ്കിലും എക്സാം കിട്ടും, ഞാൻ പാസ്സാകുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞങ്ങളുടെ എല്ലാവരുടെയും റിസൾട്ട് വന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ എക്സാം ഞാൻ പാസ്സായി. അവിടെ വെച്ച് എനിക്ക് ഹോസ്പിറ്റലിലാണെങ്കിലും അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളിലും ദൈവദൂതന്മാരെ അയക്കുന്ന പോലെ എന്നെ സഹായിക്കാൻ പല ചേച്ചിമാരെയും പലരെയും ഈശോയും മാതാവും എനിക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാട്ടിലോട്ട് ഇപ്പോൾ വരാൻ വേണ്ടി ഫാമിലിയായിട്ട് പോകാൻ വേണ്ടി ഞാൻ അക്കോമഡേഷൻ അവിടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു.
അപ്പം എനിക്ക് കൂടുതലും എല്ലാം എൻ്റെ ഇൻ്റർവ്യൂ, റിസൾട്ട്, വർക്ക് പെർമിറ്റ്, വിസ എല്ലാം ചൊവ്വാഴ്ചകളിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു മെയിൽ വന്നു, നെക്സ്റ്റ് ട്യൂസ്ഡേ ഒരു അപ്പാർട്ട്മെൻറ്റ് വ്യൂവിംഗ് ഉണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അന്ന് എനിക്ക് ഡ്യൂട്ടിയാണ്. ഞാൻ അപ്പം തന്നെ അവർക്ക് തിരിച്ച് മെയിൽ അയച്ചു, ട്യൂസ്ഡേ എനിക്ക് പറ്റില്ല, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. പിന്നെയാണ് ഞാൻ ഓർത്തത് ട്യൂസ്ഡേ ആണ്. അപ്പം ഞാൻ അതിനു മുമ്പ് മാതാവിനോട് പറഞ്ഞു, മെയ് മാസം, ഒക്ടോബർ മാസം മാതാവിൻ്റെ വസന്ത മാസങ്ങളാണ്. ആ മാസങ്ങളിലാണ് എനിക്ക് കിട്ടിയ എൻ്റെ ഇൻ്റർവ്യൂ, എക്സാം, ജോലി എല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മെയ് മാസത്തിൽ എനിക്കൊരു വീട്, അതായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നത്. പിന്നെ ഞാൻ ഓർത്ത് ചൊവ്വാഴ്ചയാണ് അവർ വിളിച്ചിരിക്കുന്നത്. ഞാൻ അപ്പം തന്നെ അവർക്ക് തിരിച്ച് മെയിൽ അയച്ചു, ട്യൂസ്ഡേ ഞാൻ റെഡിയാണ്, ഞാൻ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചേഞ്ച് ചെയ്തു, ട്യൂസ്ഡേ ഞാൻ അപ്പാർട്ട്മെൻറ്റ് വ്യൂവിങ്ങിന് പോയി. അതും ഞാൻ കാശ് രൂപം കൈ പിടിച്ച് വിശുദ്ധ വസ്തു ഉപ്പുമായിട്ടാണ് പോയത്. അപ്പാർട്ട്മെൻറ്റ് കണ്ടു, ഉപ്പ് വിതറി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു അപ്പാർട്ട്മെൻറ്റ് ഒത്തിരി പേര് വ്യൂവിങ്ങിനുണ്ട്, പക്ഷേ എനിക്കത് കിട്ടുമെന്ന്. 2 days കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ അപ്പാർട്ട്മെൻറ്റ് നിനക്ക് റെഡി ആയിട്ടുണ്ടെന്ന്. സാധാരണ അങ്ങനെ വീട് കിട്ടിക്കഴിഞ്ഞാൽ 2 daysനുള്ളിൽ അവർ കീ തരും. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഏപ്രിൽ പകുതി ആയിട്ടുള്ളൂ, മെയ് മാസത്തിലാണ് ഞാൻ വീട് ചോദിച്ചിരിക്കുന്നത്. മാതാവേ, ഓക്കെ ഇനി മെയ്ക്ക് മുമ്പായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. നെക്സ്റ്റ് അവരെ മെയിൽ വന്നു, നിനക്ക് ഈ വീക്ക് കീ തരാൻ പറ്റത്തില്ല, മെയ് 2 നിനക്ക് കീ തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതുപോലെ തന്നെ മെയ് മാസം എനിക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ കിട്ടി. അങ്ങനെ അക്കോമഡേഷൻ ശരിയായി. ഈ നെക്സ്റ്റ് ട്യൂസ്ഡേ, അതും ഒരു ട്യൂസ്ഡേ ആണ്, ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് അയർലൻഡിന് പോവുകയാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായി ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു വൃദ്ധസദനത്തിൽ പോയി അവിടെ അമ്മമാരുടെ കൂടെ സമയം ചിലവഴിക്കുകയും അവരെ കുളിപ്പിക്കാനും ഒക്കെ സഹായിക്കും, അവരുടെ നഖം വെട്ടിക്കൊടുക്കും, അങ്ങനെ അവരുടെ കൂടെ സമയം ചിലവഴിക്കുമായിരുന്നു. പിന്നെ ബുദ്ധിമാന്യമുള്ള കുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവരുടെ കൂടെ പോയി സമയം ചിലവഴിക്കുകയും അവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നെ പത്രങ്ങൾ കൂടുതലും ഞാൻ ബസ് സ്റ്റാൻഡുകളിലാണ് കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ എല്ലാ ചൊവ്വാഴ്ച ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ പറ്റുമ്പോഴൊക്കെ തന്നെ ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ആ ഷെയർ ചെയ്യുന്നത് കണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച് ചോദിക്കുകയും അവർക്ക് ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് അത് പറഞ്ഞു കൊടുക്കാനും, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ടാണെങ്കിലും പരിചയപ്പെടുന്നവരോട് മാതാവ് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനും ഞാൻ ശ്രമിക്കാറുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 84:11 തിരുവചനങ്ങളിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയുമാണ്, അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു, പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. OET എഴുതി ഒത്തിരിയേറെ മക്കൾ ഇവിടെ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നതും അവിടെ വീണ്ടും രജിസ്റ്റേർഡ് പ്രൊഫഷൻ, അതായത് തങ്ങളുടെ പ്രൊഫഷനിലെ രജിസ്റ്റേർഡ് നേഴ്സൊക്കെ ആകുന്നതിന് വീണ്ടും അവിടെയുള്ള എക്സാമിൻ്റെ കാര്യം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അത് ഒത്തിരിയേറെ പൈസ മുടക്കിയുള്ള ടെസ്റ്റാണ്. അപ്പോഴതിന് 2 ചാൻസേ ഉള്ളൂ. ഫസ്റ്റ് ചാൻസിൻ്റെ കാര്യമാണ് ഈ മകൾ പറഞ്ഞത്. അത് പാസ്സാകില്ല എന്ന് തന്നെ തനിക്ക് എക്സാം എടുത്തവരും തനിക്ക് തന്നെയും ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവുമായിട്ട് ഈ മകൾ പോകുമ്പോൾ ആ ടെസ്റ്റിൻ്റെ ഓരോ സ്റ്റേഷനും എങ്ങനെ ഈ മകൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അത് പാസ്സായി. തനിക്ക് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കുന്നു. തൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയവുമൊക്കെ ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവിടെ പറയുമ്പോൾ ഒത്തിരിയേറെ കുടുംബങ്ങൾ രക്ഷപ്പെടുകയാണ്. അങ്ങനെ കുടുംബങ്ങൾ രക്ഷപ്പെട്ട് ആ കുടുംബങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, അവരിലൂടെ വീണ്ടും ഒത്തിരിയേറെ മക്കൾക്ക് അതൊരു സഹായമായിട്ട് മാറും. അതുകൊണ്ടാണ് തങ്ങളുടെ ജീവിതത്തിലെ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ ഈ മക്കൾക്ക് ചെയ്യുവാനും ഈശോയെ കുറിച്ച് കൂടുതൽ തങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കർത്താവിലൂടെ കിട്ടിയ കൃപ, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിലൂടെ ലഭിച്ച നന്മകൾ ഇതൊക്കെ പറയുവാൻ അവർക്ക് ഒത്തിരിയേറെ അവസരങ്ങൾ അവരെ ഉണ്ടാക്കി തന്നെ, കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ പറയുന്നു. അങ്ങനെ ഒരു കുടുംബം രക്ഷപ്പെടുമ്പോൾ ആ കുടുംബത്തിലൂടെ മറ്റുള്ളവർക്ക് കൂടി കർത്താവിനെ കിട്ടണം. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ആ സാമ്പത്തികമായിട്ടുള്ള വരുമാനം അതിലൂടെ മറ്റു കുടുംബങ്ങൾ രക്ഷപ്പെടുവാൻ ഇടയാകണം
ഇതൊക്കെയാണ് ഈ OET ഒക്കെ പാസ്സായി IELTS ഒക്കെ പാസ്സായി വിദേശങ്ങളിലേക്ക് ജോലി ലഭിച്ചു പോകുമ്പോൾ ഓരോ കുടുംബവും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഒത്തിരിയേറെ മക്കൾ വിദേശങ്ങളിലേക്ക് പോകുവാൻ ഇടവരുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടുമ്പോൾ ഒരു വരുമാന മാർഗമായല്ലോ. ഇനി ഞാനും എൻ്റെ കുടുംബവും ആ ഒരു അണുകുടുംബമല്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകളായിട്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, എന്നാൽ എൻ്റെ കുടുംബം കഷ്ടപ്പെട്ടു, ഞാൻ കഷ്ടപ്പെട്ടു, ഇന്ന് എൻ്റെ ഈ ജോലിയിലൂടെ വരുമാനത്തിലൂടെ അത് നമ്മുടെ ബന്ധുക്കളാകാം, മിത്രങ്ങളാകാം, അയൽവാസികളാകാം, നമുക്ക് പരിചയമുള്ളവരാകാം, പലർക്കും നാമും ഒരു വഴികാട്ടിയായി മാറണം. അങ്ങനെ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ ഇടയാകുന്നത്. കർത്താവ് സൂര്യനും പരിചയമാണെന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ മാറിപ്പോകുന്നതിൻ്റെ ഒരു യുദ്ധം ചെയ്യുവാൻ കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. അങ്ങനെ തടസ്സങ്ങൾ മാറിപ്പോകുന്നത് തന്നെയാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക. പിന്നീട് തനിക്ക് ലഭിച്ച അങ്ങൻ്റെ കുടുംബത്തെ തന്നെ ഇനി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഫാമിലി ആയിട്ട് ഇപ്പോൾ പോവുകയാണ്. അവിടെ അക്കോമഡേഷൻ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ തരണം ചെയ്യുവാനായിട്ട് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അതിനെല്ലാം സാധിച്ചു. നന്ദി പറയുന്ന ഈ മകളോടും കുടുംബത്തോടുമൊപ്പം കരങ്ങളടിച്ച് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.